ഓൾ ഇന്നത്തെ ടോപ്പിക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവയിലെ ഫിഫ്ത്ത് മൊഡ്യൂളാണ്. ഫിഫ്ത്ത് മൊഡ്യൂളിൽ മെയിനായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സ്വിങ് എന്നും പിന്നെ ജാവയുടെ ഡേറ്റാബേസ് കണക്ടിവിറ്റിയാണ്. അതിൽ ആ രണ്ട് ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സ്വിങ് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു പ്രോഗ്രാം ചോദിക്കാം, അല്ലെങ്കിൽ സ്വിങ്ങിൻ്റെ ഫീച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാം. ദെൻ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക്ക് ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റിയാണ്. എങ്ങനെയാണ് ഒരു ജാവയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പേജും ഡേറ്റാബേസും നമ്മെ കണക്ട് ചെയ്യുന്നത്, എന്ത് യൂസ് ചെയ്തിട്ടാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഐ ഇൻട്രൊഡ്യൂസ് വാട്ട് ഡു യു മീൻ ബൈ സ്വിങ്. സ്വിങ് എന്ന് പറയുമ്പോൾ ജാവയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺട്രോളാണ്. മെയിനായിട്ടും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു വിൻഡോ ബേസ്ഡ് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് സ്വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ മോർ പവർഫുൾ ദാൻ AWT. ഇപ്പോൾ AWT എന്താണ് നമ്മൾ പ്രീവിയസ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ പവർഫുള്ളാണ്, ഫ്ലെക്സിബിളാണ്. കാരണം ഇത് ഫുള്ളി ബേസ്ഡ് ഓൺ ജാവയാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ കോഡ് എഴുതിയേക്കുന്നതും ജാവയാണ്. മറ്റ് AWTൻ്റെ കേസിൽ നമ്മൾ ഫുൾ കോഡും ജാവയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് ലുക്ക് ആൻഡ് ഫീൽ ഓഫ് മോഡേൺ ജാവ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ മോർ പവർഫുൾ ആണെന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. നെക്സ്റ്റ് ലൈറ്റ് വെയ്റ്റ് കമ്പോണൻ്റ് ആണ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്, ദാറ്റ് മീൻസ് ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ ജാവയിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഒരു കമ്പോണൻ്റ് ആണ് സ്വിങ്. ദെൻ അതിനകത്ത് കുറച്ച് APIs യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബട്ടൺ വേണം, ടെക്സ്റ്റ് ഫീൽഡ് വേണം, അങ്ങനെ റേഡിയോ ബട്ടൺ വേണം. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ AWTയിൽ നമ്മൾ യൂസ് ചെയ്തതിൻ്റെ കൂടെ ഒരു ജെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് സ്വിങ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജെയുടെ ആഡ് ചെയ്യുന്നു. ദെൻ ഫീച്ചേഴ്സ് ഓഫ് സ്വിങ്, ഫീച്ചേഴ്സ് ഓഫ് സ്ട്രിങ് അല്ല സ്വിങ് എന്നാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്, ദെൻ ലൈറ്റ് വെയ്റ്റ് ആണ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി വർക്ക് അറ്റ് എനി പ്ലാറ്റ്ഫോം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലൈറ്റ് വെയ്റ്റ്, നെക്സ്റ്റ് വൺ ഈസ് മാനേജബിൾ, പ്ലഗ് ഇൻ. ദെൻ MVC എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്വിങ് വർക്ക് ചെയ്യുന്നത്. ദെൻ റിച്ച് കൺട്രോൾസ്, ദാറ്റ് മീൻസ് ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ടെക്സ്റ്റ് ഫീൽഡ്, ബട്ടൺ, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉള്ള ഒരു ഫ്രെയിം വർക്കാണ് സ്വിങ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ AWT ആൻഡ് സ്വിങ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാം. എന്താണ് AWTയും സ്വിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? AWT എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണ്, ബട്ട് ഇൻ കേസ് ഓഫ് സ്വിങ് ഇറ്റ് ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. ദെൻ AWT കമ്പോണൻസ് ഹെവി വെയ്റ്റ് ആണ്, ഇതിനകത്ത് ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മെയിനായിട്ടും വരുന്ന, അപ്പോൾ ഇതിനകത്ത് സ്വിങ്ങിനകത്ത് MVC എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ AWTയിൽ അത് യൂസ് ചെയ്യുന്നില്ല. ദെൻ അതാണ് മെയിനായിട്ടും വരുന്ന കുറച്ച് ഡിഫറൻസുകൾ. അപ്പോൾ അതെന്താണെങ്കിലും നോക്കണം. നെക്സ്റ്റ് ഇതിനകത്ത് ഹൈറാർക്കി ഓഫ് ജാവ സ്വിങ് ക്ലാസ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അപ്പോൾ ജസ്റ്റ് ആ ഹൈറാർക്കി എങ്ങനെയാണ്, എന്തിൻ്റെ അണ്ടറിലാണ് ഈ കമ്പോണൻസ് ഒക്കെ വരുന്നത്, അതായത് ലേബൽ, ലിസ്റ്റ്, ടേബിള്, നമ്മൾ പറഞ്ഞല്ലോ മെനു, ടെക്സ്റ്റ് ഫീൽഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കമ്പോണൻ്റ് എന്നുള്ളൊരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്, ഹൈറാർക്കി ഓഫ് ജാവ സ്വിങ് ക്ലാസ്സസ്. ദെൻ നെക്സ്റ്റ് മെയിനായി വരുന്നൊരു ടോപ്പിക്കാണ് മോഡൽ വ്യൂ കൺട്രോളർ ആർക്കിടെക്ചർ. ഇതിനെ ബേസ് ചെയ്തിട്ട്, ഇതൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് സ്വിങ് വർക്ക് ചെയ്യുന്നത്. എന്താണ് ഈ കൺസെപ്റ്റ്? പിന്നെ അത് മെയിനായിട്ടും 3 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മോഡൽ, സെക്കൻഡ് വൺ ഈസ് വ്യൂ ആൻഡ് തേർഡ് വൺ ഈസ് കൺട്രോളർ. അപ്പോൾ അതിനൊരു ഫിഗറുണ്ട്, ഫിഗർ നോക്കുക. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിരിക്കും. ഇപ്പോൾ നമ്മളൊരു വെബ് പേജ് യൂസ് ചെയ്യുവാണെങ്കിൽ ഞാനൊരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യാൻ ഒരുങ്ങുവാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഫോമിൻ്റെ അകത്ത് കുറേ ഇൻഫോർമേഷൻസ് നമുക്ക് ടൈപ്പ് ചെയ്യാനുണ്ട്. നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഫോൺ നമ്പർ, അങ്ങനെയുള്ള ഒരു കുറേ ഇൻഫോർമേഷൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യും. എന്താണ് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നടക്കുന്നത്? ഇത്രയും നമ്മൾ എൻറ്റർ ചെയ്ത് അത്രയും ഇൻഫോർമേഷൻസ് ഒരു ഡേറ്റാ ബേസിൽ സേവ് ആകും. അതാണ് ക്ലയൻറ്റും ഡേറ്റാ ബേസും കാണിച്ചേക്കുന്നത്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ്. ദെൻ അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്വിങ്, അതൊക്കെ ഇതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ അത് ആ സ്വിങ് വർക്ക് ചെയ്യുന്നത് ഈ മോഡൽ
കൺട്രോളർ വ്യൂ MVC എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ് മോഡൽ മീൻസ് ഇറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ഡേറ്റാബേസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് വ്യൂ മീൻസ് എന്താണ് യൂസർ ഒരു സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ യൂസർ ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫോം കാണുവാണെങ്കിൽ ആ രജിസ്ട്രേഷൻ ഫോം അതാണ് വ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കൺട്രോളർ മീൻസ് ടേക്ക് യൂസർ ഇൻപുട്ട്. ഇപ്പോൾ നമ്മളോട് എൻ്റർ യുവർ നെയിം, ദെൻ അതിൻ്റെ സൈഡിലൊരു ബോക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോർമലി എന്താണ് ചെയ്യുന്നത്, നമ്മൾ പേര് അവിടെ ടൈപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ആ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ടേക്സ് യൂസർ ഇൻപുട്ട്, യൂസറിന് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റും ആ യൂസിങ് ദ കൺട്രോളർ. അപ്പോൾ ഈ 3 കമ്പോണൻസ് കൂടിയതാണ് MVC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് MVC മോഡൽ. നെക്സ്റ്റ് വരുന്നത് കമ്പോണൻസ് ആൻഡ് കണ്ടെയ്നർ. ഇപ്പോൾ ഈ ജാവയിൽ നമ്മൾ എന്തൊക്കെ സ്വിങ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മെയിനായിട്ടും വരുന്ന കമ്പോണൻസ് ഇതാണ് JLabel, JButton, JTextField. ദെൻ കണ്ടെയ്നർ മീൻസ് ഇതെല്ലാം ഈ കമ്പോണൻസ് എല്ലാം കൂടെ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിനെ യോജിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ JFrame ആണ് ഇൻ എക്സാമ്പിൾ. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ അകത്താണ് ഈ ലേബൽ, ബട്ടൺ, ഈ ടെക്സ്റ്റ് ഫീൽഡ് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും എന്താണ് ടെക്സ്റ്റ് ഫീൽഡ്, എന്താണ് ബട്ടൺ അല്ലെങ്കിൽ എന്താണ് JLabel, അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളുമാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫീൽഡാണ്. JTextField എന്നാണ് പറയുന്നത് സ്വിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ അതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു രജിസ്ട്രേഷൻ ഫോം കണ്ടു കഴിയുമ്പോൾ അവിടെ എൻ്റർ യുവർ നെയിം എന്ന് കാണും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബോക്സ് കാണും. അപ്പോൾ ഈ ബോക്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, അത് കാണുമ്പോൾ തന്നെ നമ്മൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് ഒരു ടെക്സ്റ്റ് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ JTextField എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വിങ്ങിൻ്റെ കമ്പോണൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ തുടങ്ങി ഇപ്പോൾ നമ്മൾ എന്നിട്ട് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഫ്രെയിമിലേക്ക് ഈ ടെക്സ്റ്റ് ഫീൽഡിനെ ആഡ് ചെയ്യുക. ഒരു ഫസ്റ്റിൽ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ JFrame F=new JFrame ഓഫ് ദെൻ ഫ്രെയിമിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ടെക്സ്റ്റ് ഫീൽഡ് ഡിക്ലെയർ ചെയ്തു. അതിൽ ആദ്യത്തെ ടെക്സ്റ്റ് ഫീൽഡിനകത്ത് നമ്മൾ വെൽക്കം ടു ജാവ പോയിൻ്റ് എന്നാണ് അതിൻ്റെ കണ്ടൻ്റായിട്ട് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ കേസിൽ AWT ട്യൂട്ടോറിയൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തു. അങ്ങനെ നമ്മൾ 2 ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. രണ്ടിനും സൈസ് സെറ്റ് ചെയ്യുന്നതാണ് സെറ്റ് ബൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രെയിമിലേക്ക് ഈ 2 ടെക്സ്റ്റ് ബോക്സിനെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഫ്രെയിമിൻ്റെ ഒബ്ജക്റ്റാണ് F. ആ ഒബ്ജക്റ്റ് ഡോട്ട് ആഡ് ഓഫ് T1 മീൻസ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ടെക്സ്റ്റ് ഫീൽഡ്, ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡ്. അങ്ങനെ നമ്മൾ 2 ടെക്സ്റ്റ് ഫീൽഡും ഈ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്തു. ഫ്രെയിമിന് സൈസ് സെറ്റ് ചെയ്തു, അതിൻ്റെ ലേഔട്ട് ഡീഫോൾട്ട് ആക്കി കൊടുത്തു. നെക്സ്റ്റ് സെറ്റ് വിസിബിൾ ട്രൂ ആക്കി കൊടുക്കണം, എന്നാലാണ് ഫ്രെയിം വിസിബിൾ ആവുള്ളൂ. ഫ്രെയിമിൻ്റെ വിസിബിലിറ്റി ട്രൂ ആക്കി കൊടുക്കണം. സെറ്റ് ലേഔട്ട് മീൻസ് അതിൻ്റെ ഡീഫോൾട്ട് ലേഔട്ടാണ്, അതിനുള്ളാക്കി കൊടുത്തു. സെറ്റ് സൈസ് മീൻസ് ആ ഫ്രെയിമിൻ്റെ സൈസാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കി, ദെൻ ആ ഫ്രെയിമിലേക്ക് 2 ടെക്സ്റ്റ് ബോക്സിനെ നമ്മൾ ആഡ് ചെയ്തു. ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ലേബൽ മീൻസ് ജസ്റ്റ് ഡിസ്പ്ലേ ദ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് JLabel. ദെൻ അതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു, 2 ലേബൽ ഉണ്ടാക്കി, ലേബലിന് സൈസ് സെറ്റ് ചെയ്തു. അതാണ് L1.setBound, ദെൻ L2.setBound. നെക്സ്റ്റ് ഈ ലേബൽ ഈ ഫ്രെയിമിനകത്തേക്ക് F എന്നുള്ള ഫ്രെയിമിനകത്തേക്ക് ആഡ് ചെയ്തു. ദെൻ Fന് സൈസ് സെറ്റ് ചെയ്തു, Fൻ്റെ ലേഔട്ട് സെറ്റ് ചെയ്തു, വിസിബിലിറ്റി ട്രൂ ആക്കി. അപ്പോൾ ഇവിടെയൊന്നും നമുക്ക് ആക്ഷൻ നടക്കുന്നില്ല, ദാറ്റ് മീൻസ് ഇവൻറ്റ് നടക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു ലേബൽ മീൻസ് എൻ്റർ യുവർ നെയിം എന്ന് കാണുന്നതാണ് ഒരു ലേബൽ. അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അതാണ് ടെക്സ്റ്റ് ഫീൽഡ്. അങ്ങനെ എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്ട്രേഷൻ ഫോമിൽ ഏറ്റവും ലാസ്റ്റ് സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഇൻഫർമേഷൻ ഡേറ്റാബേസിൽ സ്റ്റോർ ആവുന്നത്. അപ്പോൾ അതാണ് ആ ബട്ടൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ദാറ്റ് മീൻസ് JButton.
അപ്പോൾ അവിടെ എന്തുണ്ട്, ആക്ഷൻ ഉണ്ട്, അതായത് ബട്ടണിൽ പ്രസ് ഉണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പം ദ ഇൻഫർമേഷൻ ഈസ് പാസ്ഡ് ടു ദി ഡേറ്റാബേസ്. അതാണ് അവിടെ നടക്കുന്ന ആക്ഷൻ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഡേറ്റാബേസ് കണക്ടിവിറ്റി ഒന്നും ഇല്ലാട്ടോ ഇവിടെ, ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ടാക്കി ആ ബട്ടണും ഈ ഫ്രെയിമിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടണിൻ്റെ, ഇപ്പോൾ നോർമൽ കേസിൽ ബട്ടൺ, ആദ്യത്തെ എക്സാമ്പിളിൽ ബട്ടൺ വെറുതെ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു, ഫ്രെയിമിലേക്ക് ബട്ടൺ ആഡ് ചെയ്തു, ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്തു, വിസിബിലിറ്റി ട്രൂ ആക്കി കൊടുത്തു. ദെൻ എങ്ങനെയാണ് ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇവൻറ്റ് മീൻസ് എങ്ങനെയാണ് ആ ബട്ടൻ്റെ ക്ലിക്ക് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ സം കൺസെപ്റ്റ് കോൾഡ് ഡെലിഗേഷൻ ഇവൻറ്റ് മോഡൽ. അത് ഓൾറെഡി ഇവൻറ്റ് ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റ്, സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടാണ് ഇതും വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത് ഒരു സോഴ്സും ഉണ്ടായിരിക്കും, ഒരു ലിസണറും ഉണ്ടായിരിക്കും. സോഴ്സ് മീൻസ് എന്താണോ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്തു, അത് പ്രസ് ചെയ്യുന്നു, അതാണ് സോഴ്സ്, ബട്ടണാണ് സോഴ്സ്. ദെൻ അത് ലിസൺ ചെയ്യുന്നുണ്ട്. ആ ലിസണർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ലിസണർ യൂസ് ചെയ്തിട്ടാണ് എന്താണ് നമ്മൾ പ്രസ് ചെയ്തതെന്ന് അറിയുന്നത്. ദെൻ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണം, അത് നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് എഴുതുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ ചെറുത് ഏതെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്, നമ്മൾ ബട്ടണിൽ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് എത്ര ക്ലിക്കായി എന്ന് പ്രിൻറ്റ് ചെയ്യിച്ചേക്കുകയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൗണ്ട് വേരിയബിൾ 0 ആക്കി കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് മെയിൻ പ്രോഗ്രാമിൽ നിന്ന് നമ്മളൊരു ഇവൻറ്റ് സെറ്റ് ചെയ്തേക്കുവാണ്. ദെൻ ഇവിടെ നമ്മൾ ഇവൻ്റ് എന്നുള്ളൊരു ക്ലാസ് ഉണ്ടാക്കിയേക്കുന്നു. ആ ക്ലാസ്സിൽ നമ്മൾ ആക്ഷൻ ലിസണർ യൂസ് ചെയ്യുന്നു. ആക്ഷൻ ലിസണറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഫസ്റ്റിൽ നമ്മൾ ഇവൻറ്റ് എക്സാമ്പിൾ എന്നുള്ളൊരു ക്ലാസ് ഉണ്ടാക്കുന്നു. ദാറ്റ് എക്സ്റ്റെൻസ് ജെ ഫ്രെയിം എന്നുള്ള ഒരു ക്ലാസ്സിൻ്റെ സബ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഇവൻറ്റ് എക്സാമ്പിൾ എന്നുള്ള ക്ലാസ് ഉണ്ടാക്കുന്നത്. ദെൻ ഇവിടെ നമ്മൾ ആക്ഷൻ ലിസണറെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എന്തിനാണ്, നമ്മുടെ ബട്ടൺ ക്ലിക്കിൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യണം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ആക്ഷൻ ലിസണർ. ദെൻ നമ്മളൊരു കൗണ്ട് വേരിയബിൾ 0 ആക്കി സെറ്റ് ചെയ്തേക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ലേബൽ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇവൻറ്റ് എക്സാമ്പിൾ, ദാറ്റ് മീൻസ് കൺസ്ട്രക്ടർ മീൻസ് ഓട്ടോമാറ്റിക്കലി അത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും പോർഷൻസ് വർക്ക് ചെയ്യും. ഒരു കൺസ്ട്രക്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആക്റ്റീവ് ആകുന്ന ഒരു കൺസെപ്റ്റാണ്. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലേബൽ ക്രിയേറ്റ് ചെയ്തു, ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ബട്ടണിനകത്ത് നമ്മൾ അതിൻ്റെ പേര് ക്ലിക്ക് മീ എന്നാണ്. ദെൻ ആ ബട്ടൻ്റെ ക്ലിക്ക്, അതായത് ആ ബട്ടൻ്റെ പേര് നമ്മൾ ഈ ആക്ഷൻ ലിസണറുമായിട്ട് ആഡ് ചെയ്യണം. ഇതിന് കറക്റ്റ് സിൻറ്റാക്സ് ഉണ്ട്. ഇവൻറ്റ് ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിനകത്ത് ഇതേപോലെയാണ് ഇതിൻ്റെ സിൻറ്റാക്സ് പറയുന്നത്. അപ്പോൾ ആ ടോപ്പിക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രമാണ് ഇത് ഈസി ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ദെൻ ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ പേരാണ് ബട്ടൺ ക്ലിക്ക്. അതൊരു ലിസണറുമായിട്ട്, ഈ ആക്ഷൻ ലിസണറുമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. ദെൻ നമ്മൾ ഇവിടെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക്കലി ഉള്ള ഒരു കമ്പോണൻ്റ് അല്ലെ കണ്ടെയ്നറിലേക്കാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ആക്ഷൻ പെർഫോംഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ എഴുതി. ആ ആക്ഷൻ പെർഫോംഡ് എന്നുള്ള ഫംഗ്ഷനകത്ത് അത് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണോ നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോഴാണ് ഈ ആക്ഷൻ പെർഫോംഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര തവണ ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ അത്രയും തവണ കൗണ്ടിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. ആ ഇൻഫർമേഷൻ നമ്മൾ ഈ ലേബലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും, എത്ര തവണ എന്നുള്ളത്. ദെൻ മെയിൻ പ്രോഗ്രാമിനകത്താണ് നമ്മൾ ഇവൻറ്റ് എക്സാമ്പിളിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ഒബ്ജക്റ്റിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ടൈറ്റിൽ സെറ്റ് ചെയ്തു, ബൗണ്ട് സെറ്റ് ചെയ്തു, വിസിബിലിറ്റി ട്രൂ ആക്കി സെറ്റ് ചെയ്തു. ഇത് അത്രയും മാത്രമാണ് ഇതിനകത്ത് നടക്കുന്നുള്ളൂ. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് ആക്ഷൻ പെർഫോംഡ് എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യും.